സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെക്കുന്ന കറിയാണ്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2-3 ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂവും 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുകും പൊട്ടിക്കഴിയുമ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പകുതി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ എരിവിനാവശ്യമായ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനത് പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. നല്ലവണ്ണം വഴന്ന് വന്ന സവാളയിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് നല്ലവണ്ണം വെന്ത് വരുന്നതിന് വേണ്ടി നമുക്ക് ഇത് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം നല്ലവണ്ണം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ കൂട്ട് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ 1.5 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം എല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സാക്കി ഇതേ ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ടകൾ ഓരോന്നായി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മുട്ടയുടെ ഉണ്ണി പൊട്ടിപ്പോകാതെ ഒരു ചെറിയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അടുപ്പിച്ച് മുട്ടകൾ ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് സ്പേസ് ഇട്ട് വേണം മുട്ട ഒഴിച്ച് കൊടുക്കാനായിട്ട്. മുട്ടകൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തവിയിട്ട് ഇളക്കാൻ നിൽക്കരുത്. ഇത് അടച്ച് വെച്ച് ഒന്ന് വേകാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെന്ത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ തവിയിട്ട് ഇളക്കാവൂ. അടച്ച് വെച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് അത് തവിയിട്ട് ഇളക്കാതെ ഒന്ന് പാത്രം എടുത്ത് ചുറ്റിച്ച് കൊടുക്കണം. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം വെന്ത് ചാറൊക്കെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റിയുള്ള ഒരു കറിയാണ് ഇത്. അപ്പത്തിൻ്റെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.